Hey all, welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 14 ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ സിവിൽ സൊസൈറ്റീസ് NGOനെ കുറിച്ചിട്ടാണ്. ആൻഡ് എല്ലാ വർഷവും UPSC ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് NGO, SHG, സിവിൽ സൊസൈറ്റി ഒക്കെ. സോ ആസ് എ UPSC ആസ്പിരൻറ്റ് നമ്മളുടെ അടുത്ത് ഒരു സ്റ്റാൻഡേർഡ് കണ്ടൻറ്റ് വേണം ഈ ഒരു ടോപ്പിക്സിന് വേണ്ടിയിട്ട്. അതായത് SHGs, NGO, സിവിൽ സൊസൈറ്റീസ്, ഈ ഒരു ടോപ്പിക്സിന് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വേണം. കാരണം എല്ലാ വർഷവും UPSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദ ആസ്പിരൻസും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വെൽ പ്രിപ്പയർഡ് കണ്ടൻറ്റ് എഴുതി വയ്ക്കും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ സിവിൽ സൊസൈറ്റി ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ present an alternative model of public service delivery to benefit the common citizen? Discuss the challenges of this alternative model. എന്താണ് സിവിൽ സൊസൈറ്റീസും NGOസും സർവീസ് ഡെലിവറിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മോഡലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അതിൻ്റെ ചാലഞ്ചസും ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇൻട്രോ എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് സിവിൽ സൊസൈറ്റീസും NGOസും ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, CSO or NGO complement government efforts by delivering flexible, innovative public services through community engagement, filling gaps in last minute healthcare, education and service delivery. എന്താ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോയിൽ CSOസും NGOസും ഗവൺമെൻറ് എഫേർട്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ത്രൂ ഡെലിവറിങ് ഫ്ലെക്സിബിൾ, ഇന്നോവേറ്റീവ് പബ്ലിക് സർവീസസ്, ത്രൂ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഫൈലിംഗ് ഗ്യാപ്സ് ഇൻ ലാസ്റ്റ് മിനിറ്റ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് സാനിറ്ററി ഡെലിവറി. സാനിറ്റേഷൻ ഡെലിവറി. ഇങ്ങനെയൊക്കെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ എഫേർട്സിനെ ആര് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്? SCOസും NGOസും. അല്ലെങ്കിൽ എന്താണ് ഇൻ ദ എറ ഓഫ് ഗവേണൻസ് ഡെഫിസിറ്റ്, CSO ആൻഡ് NGO have emerged as vital partners in public service delivery, offering grassroots-driven flexible solution. grassroots-driven flexible solutions ഗവൺമെൻറ് ഡെഫിസിറ്റുകളിലേക്ക് ആര് കൊടുക്കുന്നുണ്ട്? CSOസും NGOസും. However, their potential is constrained by structural, financial and regulatory challenges. അവരുടെ ചാലഞ്ചസും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ. ഇതെന്താണ്? ഒരു സമ്മറൈസിങ് ഇൻട്രോ ആണ് അല്ലേ? സമ്മറൈസിങ് ഇൻട്രോ ആണ്. ഓക്കെ, ദെൻ ഞാൻ CSOൻ്റെയും NGOൻ്റെയും ഒരു ബേസിക് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഡെഫിനേഷൻ ഇസ് NGOയുടെ എ ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് നോൺ പ്രോഫിറ്റ് വോളണ്ടറി ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഗവൺമെൻറ്, ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ വെൽഫെയർ, അഡ്വക്കസി ഓർ ഡെവലപ്മെൻറ്റ്. ഓക്സ്ഫോം, ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഒക്കെ NGOൻ്റെ എക്സാമ്പിളാണ്. ദെൻ CSO എന്ന് പറഞ്ഞാൽ NGOനേക്കാളും കുറച്ചും കൂടെ ബ്രോഡർ ടേമാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്, ട്രേഡ് യൂണിയൻസ്, അഡ്വക്കസി ഓർഗനൈസേഷൻ എല്ലാം എന്താണ്? CSOൻ്റെ പാർട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാണ്. NGOs or CSO പ്രസൻറ്റ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഫോർ സർവീസ് ഡെലിവറി. അവരുടേത് എന്താണ്? പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. ലോക്കൽ കമ്മ്യൂണിറ്റീസും പോലെ ആളുകളൊക്കെ എന്ത് ചെയ്യും? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രാസ് റൂട്ട് ലെവൽ നീഡ്സ് ഇത് ചെയ്യും. നീഡ്സ് നമ്മൾ അതും കൂടെ സോൾവ് ആയി പോവും. ഓക്കെ, ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ദേ ഓഫൺ വർക്ക് വിത്ത് ലോവർ ഓവർഹെഡ് കോസ്റ്റ് കമ്പയർഡ് ടു ബ്യൂറോക്രാറ്റിക് ഗവൺമെൻറ് സിസ്റ്റം. അവരിതെന്താണ്? ഒരു വളണ്ടറി അല്ലെങ്കിൽ വളണ്ടിയർഷിപ്പായിട്ടാണ് ഇത് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെൻറ്റിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് കോസ്റ്റിൽ സർവീസ് ഡെലിവറി നടത്താൻ പറ്റും. ദെൻ ഇന്നോവേഷൻസ്. ഒരുപാട് ഇന്നോവേഷൻസ് NGOs ചെയ്തിട്ടുണ്ട്. ലൈക്ക് അരവിന്ദ് ഐ കെയർ ഹോസ്പിറ്റൽസിൽ കാറ്ററാക്ട് സർജറീസ് ഒക്കെ കൊടുക്കുന്ന പോലെ. ദെൻ ക്വിക്ക് response in crises. NGOs like Goonj, Seva Bharat have efficiently delivered drug relief during disasters. COVID-19 സമയത്തൊക്കെ ഗൂഞ്ച്, സേവാ ഭാരത് ഒക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ലോ കോസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രഗ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതൊരു എക്സാമ്പിളാണ്. ദെൻ അഡ്വക്കസി ആൻഡ് അവെയർനെസ്. നമ്മുടെ പീപ്പിളിനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് മസ്ദൂർ കിസാൻ സംഘടൻ, ശക്തി സംഘടൻ എന്തിനു വേണ്ടിയിട്ട്? RTIന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ടെക്നോളജി ഇൻ്റഗ്രേഷൻ. മെനി NGOs leverage digital tools like e-health by അർമാൻ ഫോർ മെൻ്റൽ ഹെൽത്ത് കെയർ. സോഷ്യൽ ഇൻക്ലൂഷൻ. നമ്മൾ മാർജിനലൈസ്ഡ് സെക്ഷൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ശരിക്കും. നാസ് ഫൗണ്ടേഷൻ LGBTQ+ റൈറ്റിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ. ദെൻ volunteer driven model mobilize local volunteers, reducing cost of enhancing trust.
ഇനി എന്താണ് ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ടാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിസ്കസ് ദ ചാലഞ്ചസ് ഓഫ് ദിസ് ഓൾട്ടർനേറ്റീവ് ബോർഡർ. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ഒരു കോർ പാർട്ടാണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? ക്യാൻ സിവിൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ എന്ത് ഇടാം? യെസ്, സിവിൽ സൊസൈറ്റീസ് or NGOs can, but they face some challenges എന്ന് പറഞ്ഞിട്ട് ആ ചാലഞ്ചസ് എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അഡ്രസ്ഡായി. ചാലഞ്ചസ് നമുക്ക് ഇങ്ങനെ റെഗുലേറ്ററി ആൻഡ് സ്ട്രക്ചറൽ റെഗുലേറ്ററി, ക്രെഡിബിലിറ്റി ആൻഡ് ഗവേണൻസ്, ഓപ്പറേഷണൽ കപ്പാസിറ്റി, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ് സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, സബ് ഹെഡിങ്സ് കൊടുത്ത് ചെയ്യാം. സോ ചാലഞ്ചസ് എന്താണ്? ഫസ്റ്റ് റെഗുലേറ്ററി ആൻഡ് സ്ട്രക്ചറൽ ചാലഞ്ചസ്, സ്കെയിലബിലിറ്റി. ഓക്കെ, സക്സസ്ഫുൾ ലോക്കൽ ഇനീഷ്യേറ്റീവ് ഓസ്വൺ സ്പ്രെഡ് ടു എക്സ്പാൻഡ് ഡ്യൂ ടു ഫണ്ടിങ് ആൻഡ് ലോജിസ്റ്റിക്കൽ കൺസ്ട്രെയിൻസ്. പലതും എന്താണ്? ലോക്കൽ റീജിയണൽ ലെവലിലേക്ക് ഒതുങ്ങി പോവുകയാണ്. കാരണം എക്സ്പാൻഡ് ചെയ്യാനൊന്നും അവരുടെ കയ്യിൽ കാര്യമായിട്ട് ഫണ്ട് ഉണ്ടാവില്ല. കാരണം ഒരു വളണ്ടിയർഷിപ്പായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിളായിട്ട് പ്രഥംസ് റീഡ് ഇന്ത്യ പ്രോഗ്രാം ഇംപ്രൂവ്ഡ് ലിറ്ററസി ബട്ട് സ്ട്രഗിൾ ടു സ്കെയിൽ നാഷണലി ഡ്യൂ ടു ഫണ്ടിങ് കൺസ്ട്രെയിൻസ്. പ്രഥമിന് റീഡ് ഇന്ത്യ പ്രോഗ്രാം ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ഓൾ ഇന്ത്യ പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. Then sustainability, over reliance on foreign donation like FCR regulation can disrupt long term operation. Ford Foundation FCRA license suspension. ഫോർഡ് ഫൗണ്ടേഷൻ്റെ FCRA ലൈസൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗ്രീൻ പീസ്, ലോയേഴ്സ് കളക്റ്റീവ്, ഇവരുടെയൊക്കെ ഫണ്ടിങ്ങിനെ കുറിച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഫ്രോഡ് ഫൗണ്ടേഷൻ FCRA ലൈസൻസ് സസ്പെൻഷൻ. എന്തുകൊണ്ടാണ് ഫോർഡ് ഫൗണ്ടേഷൻസിൻ്റെ FCRA ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്? ഗ്രീൻ പീസ്, ലോയേഴ്സ് കളക്റ്റീവിലൊക്കെ ഫണ്ട് ചെയ്യുന്ന കാരണം. ദെൻ റെഗുലേറ്റീവ് ഹേർഡിൽസ് ഉണ്ട്. എക്സസീവ് ബ്യൂറോക്രാറ്റിക് സ്ക്രൂട്ടിനി. റീസെൻറ്റ് എന്താണ്? ലാർജ് നമ്പർ ഓഫ് ക്യാൻസലേഷൻ ഓഫ് NGO രജിസ്ട്രേഷൻസ് നടക്കുന്നുണ്ട് ഡ്യൂ ടു ദെൻ ലിമിറ്റഡ് റീച്ച്. എന്താണ്? അവരുടെ ആ ഒരു നീഷ് ഏരിയൻ്റെ അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അവർക്ക് എന്തില്ല? ഫണ്ടിങ് ഇല്ല. ദെൻ ക്രെഡിബിലിറ്റി ആൻഡ് ഗവേണൻസ് ഇഷ്യൂ, അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് NGOs കറപ്ഷൻ അലിഗേഷൻസ് ഉണ്ട്. ലൈക്ക് ശാരദ സ്കാം എക്സ്പോസ്ഡ് ഫേക്ക് NGO ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ ഇൻ്റർഫിറൻസിനുണ്ട്. ഗവൺമെൻറ്റ്സ് ഈ NGOസിനെ സപ്രസ് ചെയ്യും. കാരണം ഫോർ എക്സാമ്പിൾ ആരാണ്? കിസാൻ മസ്ദൂർ ശക്തി സംഘത്തിനൊക്കെ RTIക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെന്താണ്? ഗവൺമെൻറ്റിൽ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് വരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. പലപ്പോഴും ഇങ്ങനത്തെ NGOസിനെ ആര് സപ്രസ് ചെയ്യും? ഗവൺമെൻറ് സപ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ഗ്രീൻ പീസ് ഇന്ത്യാസ് FCRA ക്യാൻസലേഷൻ, അല്ലെങ്കിൽ സബ്രാങ് ട്രസ്റ്റ് ടെസ്ല സ്റ്റിവാൾട്സ് NGO ഫേസ് റെയ്ഡ്സ് ആൻഡ് ലീഗൽ കേസസ് ആഫ്റ്റർ ക്രിട്ടിസൈസിങ്. സബ്രാങ് ട്രസ്റ്റ് ഗവൺമെൻറ് ക്രിട്ടിസൈസ് ചെയ്ത ശേഷം ഒരുപാട് റെയ്ഡും ലീഗൽ കേസസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡോണർ ഇൻഫ്ലുവൻസ്. പലപ്പോഴും ഈ ഡോണേഴ്സിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും ഈ ഒരു FCR കൊണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂവും കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, ബിൽ ആൻഡ് മിലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഹെൽത്ത് പ്രോഗ്രാം സംടൈംസ് പ്രയോറിറ്റൈസ് ഡോണർ ഡ്രിവൻ അജൻഡാസ് ഓവർ ലോക്കൽ നീഡ്സ്. ലോക്കൽ നീഡ്നെസ്സിനേക്കാളും ഡോണേഴ്സിൻ്റെ അജൻഡാസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസീസും കാണുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെത്. ദെൻ ഓപ്പറേഷൻ ആൻഡ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ്. ഫ്രാഗ്മെൻറ്റേഷൻ, മൾട്ടിപ്പിൾ NGOs വർക്കിംഗ് ഇൻ സിലോസ് ലീഡിങ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്. ഒരേ രീതിയിൽ കുറേ NGOs വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡ്യൂപ്ലിക്കേഷന് കാരണമാവുന്നു. ദെൻ അക്ഷര ഫൗണ്ടേഷൻ, മൾട്ടിപ്പിൾ NGOs ലൈക്ക് അക്ഷര ഫൗണ്ടേഷൻ, ടീച്ച് ഫോർ ഇന്ത്യ ഒക്കെ, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? റൂറൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഇവരുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നത് ഡ്യൂ ടു ലാക്ക് ഓഫ് കോർഡിനേഷൻ. ദെൻ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ ആൻഡ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. Small NGOs like Udan for homeless children lack managerial experience and limiting impact. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ആൻഡ് യു ക്യാൻ കളക്ട് അതർ എക്സാമ്പിൾസ് ടു. ഓക്കെ, അന്നപൂർണ ഫൗണ്ടേഷൻ, അക്ഷയപാത്ര ഫൗണ്ടേഷൻ, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക?
ഒരു എക്സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പ്രിപ്പയർ ചെയ്ത് പോയാൽ അത്യാവശ്യം നല്ലൊരു ഇതുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, ദെൻ നമ്മൾ ഇത്രയും ഇഷ്യൂസ് പറഞ്ഞ സ്ഥിതിക്ക് വി ഷുഡ് ഗീവ് സൊല്യൂഷൻസ്. സോ വേ ഫോർവേഡാണ് CSO ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ്, ആശ വർക്കേഴ്സ് പോലത്തെ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ദെൻ സെൽഫ് സസ്റ്റെയിനിങ് മോഡൽസ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഓക്കെ, സോഷ്യൽ എൻ്റർപ്രനേഴ്സ്, കോർപ്പറേറ്റീവ് സിസ്റ്റംസ് ഒക്കെ എൻകറേജ് ചെയ്യുക. ദെൻ ട്രാൻസ്പാരൻറ്റി മെക്കാനിസം, NGOസിൽ സോഷ്യൽ ഓഡിറ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ. ഡിസ്ക്ലോഷേഴ്സ് ലൈക്ക് MGRനോ ജൻ സുൻവായ് പോർട്ടൽ പോലത്തെ പോർട്ടൽ വഴി അവരുടെ ഓഡിറ്റും കാര്യങ്ങളും എൻഷുർ ചെയ്യാം. ദെൻ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി മോഡൽ, എൻകറേജ് CSR NGO പാർട്ട്ണർഷിപ്പ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്ലസ് NGO പാർട്ട്ണർഷിപ്പ് വഴി കുറച്ചും കൂടെ എന്ത് പറ്റും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറ്റും. സോ ടാറ്റ ട്രസ്റ്റ് ആൻഡ് അഗാ ഖാൻ ഫൗണ്ടേഷൻ 50,000 യൂത്തിനെ സ്കില്ല് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, ഒരു മോഡലാക്കി എടുത്തിട്ട് എല്ലായിടത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് സ്കീം, കേരളാസ് കുടുംബശ്രീ ഡെലിവേഴ്സ് 30% ഓഫ് സ്റ്റേറ്റ് വെൽഫെയർ സ്കീംസ്. ഓക്കെ, അല്ലെങ്കിൽ എംബഡ് NGOs പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ്. കൺക്ലൂഷനിൽ എന്ത് കൊടുക്കാം, while CSO and NGO provide a viable alternative, their effectiveness depend on collaboration with government, sustainable funding and regulatory support. ഇവർ വയബിൾ ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ കൂടി അവർ ഗവൺമെൻറ് സപ്പോർട്ടും സസ്റ്റൈനബിൾ ഫണ്ടും റെഗുലേറ്ററി എഫേർട്ടും മാത്രം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ. സോ പബ്ലിക് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് മോഡൽ ഷുഡ് ബി പ്രൊമോട്ടഡ് ടു ഒപ്റ്റിമൈസ് സർവീസ് ഡെലിവറി ഫോർ ദ കോമൺ സിറ്റിസൺ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ like I said, എന്താണ്, prepare standard content for topics like SSG, NGO, CSO, pressure groups and all. That's all for today. Thank you all.